ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് അറിയാം. പല ആളുകൾക്കും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒട്ടുമിക്ക കുട്ടികൾക്കും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജാമിതിയും ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്ന രണ്ട് ടോപ്പിക്കുകൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട A+ ലെവൽ ചോദ്യങ്ങൾ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്ലോപ്പ്, രണ്ട് ഇക്വേഷൻ ഓഫ് എ ലൈൻ അഥവാ വരയുടെ ചെരിവുമായി ബന്ധപ്പെട്ട ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വരയുടെ ഇക്വേഷൻ, ഇതിൻ്റെ അത്യാവശ്യം നല്ല ലെവലിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സോ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. സോ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സ്ലോപ്പ് അഥവാ ചെരിവിനെ പറ്റിയാണ്. മക്കളെ, രണ്ട് ബിന്ദുക്കൾ, ഒരു വരയിലെ രണ്ട് ബിന്ദുക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു വര തന്നിട്ട് ആ വരക്കകത്തുള്ള രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് പറയും. x1 y1 x2 y2 എന്നാണ് തന്നത് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ചരിവ് കാണാൻ പറഞ്ഞാൽ, ചരിവിനെ നമ്മൾ പൊതുവെ ഡിനോട്ട് ചെയ്യുന്നത് M എന്നുള്ള ലെറ്റർ ആണ്. ഒരു പണിയില്ല, വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതാണ് ആൻസർ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നോക്കാം. മക്കളെ, ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇതുപോലെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ, ഇതിൻ്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ സർക്കിൾസിൻ്റെ ഇക്വേഷൻ നെക്സ്റ്റ് പാർട്ടൊക്കെ വേണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. സോ ഇത്ര ഉള്ളത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു വരക്കകത്തുള്ള രണ്ട് പോയിന്റുകളാണ് 1,2 7,6. എന്താണ് 1,2 7,6? എങ്കിൽ ഈ കാണുന്ന വരയുടെ ചെരിവ് അഥവാ സ്ലോപ്പ് എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒരു പണിയുമില്ല, 6ൽ നിന്ന് 2 കുറയ്ക്കുക. എപ്പോഴും y2 മൈനസ് y1 മുകളിൽ എഴുതണേ. എന്നിട്ട് x-ന്ന് 1 കുറയ്ക്കുക. 7 മൈനസ് 1. 6ന്ന് 2 കുറച്ചാൽ 4 ആണ്. 7ന്ന് 1 കുറച്ചാൽ 6 ആണ്. സോ 4/6 എന്ന് എഴുതിയാലും ഫുൾ മാർക്കാണ്. ഒന്ന് ചെറുതാക്കിയിട്ട് 2/3 എന്ന് എഴുതിയാലും ഫുൾ മാർക്കാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് A+ ക്വസ്റ്റ്യൻസ് വരിക എന്ന് നോക്കാം. ഒരു സിമ്പിളായുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഒരു വരയിലെ ഒരു പോയിന്റാണ് 3,4. ഈ കാണുന്ന വരയിലെ മറ്റൊരു പോയിന്റാണ് 7,8. ഈ കാണുന്ന വരയിലെ മറ്റൊരു പോയിന്റാണ് 5,6. ഒരു വരയിലെ 3 പോയിന്റുകൾ കിട്ടി. പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഈ 3 പോയിന്റുകൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം. പ്രൂവ് ദാറ്റോ എന്ന് ചോദിക്കും. പ്രൂവ് ദാറ്റ് ഈ 3 പോയിന്റുകളും ഒരേ വരയിലാണെന്ന് തെളിയിക്കുക. 3 പോയിന്റുകളും ഒരേ വരയിലാണെങ്കിൽ കണ്ടീഷൻ എന്താണെന്നറിയോ മക്കളെ? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. 3 പോയിന്റുകളും ഒരേ വരയിലാണെങ്കിൽ AB-യുടെ ചെരിവും സ്ലോപ്പ് ഓഫ് AB, BC-യുടെ ചെരിവും ഈക്വൽ ആയിരിക്കും. ഇത്ര ചെയ്താൽ തന്നെ ഉത്തരം കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമ്മൾ പറയാം AC-യുടെ ചെരിവും. ഇത് 3ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെ 3ഉം ഈക്വൽ ആണെങ്കിൽ മാത്രമേ അത് ഒരേ വര. ഇതാണ് ചെരിവ്. ഈ കാണുന്ന ആംഗിൾ ഉണ്ട്, ഇതാണ് ചെരിവ്. ഈ സെയിം ചെരിവായിരിക്കും ഇവിടെയൊക്കെ വരാൻ പോകുന്നത്. ഇനി 3 ഒരു വരയിലല്ലെങ്കിലോ ഇങ്ങനെ ആയിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ഒരു വരയിലാണെങ്കിൽ നേരെ അങ്ങ് പോകും. ഒരു വരയിലല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചെരിവല്ല ഇതിനുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചെരിവുകൾ ഈക്വൽ ആണെങ്കിൽ, സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അത് ഒരേ പോയിന്റിലാണ്. സ്ലോപ്പ് ഈക്വൽ അല്ലെങ്കിൽ ഒരേ പോയിന്റിലല്ല. സോ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം ഞാൻ AB-യുടെ സ്ലോപ്പ് അഥവാ ചെരിവ് കാണും. എങ്ങനെ കണ്ടുപിടിക്കാം? y2 മൈനസ് y1 6 മൈനസ് 4 ഡിവൈഡ് ബൈ x2 മൈനസ് x1 5 മൈനസ് 3. 6ന്ന് 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. 5ന്ന് 3 കുറച്ചാലും 2 കിട്ടും. സോ 2/2 1 ഇതേപോലെ സ്ലോപ്പ് ഓഫ് BC ഒന്ന് കണ്ടുപിടിച്ചേ. സ്ലോപ്പ് ഓഫ് BC-യുടെ ചെരിവ് എത്രയാണ്? സെയിം രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. സ്ലോപ്പ് ഓഫ് BC 8ന്ന് 6 കുറയ്ക്കുക 2, 7ന്ന് 5 കുറയ്ക്കുക 2, 2/2 എത്രയാണ്? 1. കണ്ടോ? അപ്പോൾ 2 ഈക്വലായി. 2 ഈക്വലായി തന്നെ അതെന്താണ്? ഈക്വലാണ്. ഇനി വേണമെങ്കിൽ AC-ൻ്റെ കൂടി കണ്ടുപിടിച്ചോ. 8ന്ന് 4 കുറയ്ക്കുക 4, 7ന്ന് 3 കുറയ്ക്കുക 4, 4/4 പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ ഈ 3 പോയിന്റ് എന്താണ്? ഒരേ വരയിലാണ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെയുള്ള കുറച്ചും കൂടി ലെവൽ കൂട്ടാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇതൊരു വരയാണേ. ഒരു വര എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും മേലോട്ടും പോകാം, എത്ര വേണമെങ്കിലും താഴോട്ടും വരാം. ഇത് ഒരു കഷ്ണമാണ്, വരയുടെ ഒരു സെഗ്മെന്റ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ മേലോട്ടും പോകാം, താഴോട്ടും പോകാം. ഒരു വരയുടെ 2 പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. 1,2
3,7 ആണെന്ന് കൂട്ടിക്കോ. ഈ വരയുടെ ചെരിവ് എത്രയാണെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? ഈ വരയുടെ ചെരിവ് എത്രയാണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 2 കുറച്ചാൽ 5, 3 1 കുറച്ചാൽ 2, 5/2 ആണ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ അർത്ഥം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണേൽ തിരിച്ചു വരും കേട്ടോ. 2 മൈനസ് 7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3. അതായത് ഏത് വേണമെങ്കിൽ നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ x1 y1 ആയിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ x1 y1 എടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന്റെ അർത്ഥം നോക്കിക്കോളൂ കേട്ടോ. മുകളിൽ എന്താ സംഭവിക്കുന്നത്? y2 മൈനസ് y1, അതായത് y-ൽ ഉണ്ടാവുന്ന ചേഞ്ച് അടിയിൽ x2 മൈനസ് x1. അപ്പൊ ഈ മുകളിലുള്ളത് y-ൽ ഉണ്ടാവുന്ന ചേഞ്ചാ. അത് പ്ലസ് y ആയതുകൊണ്ട് y 5 കൂടുന്നു എന്ന് പറയാം. 5 കൂടുന്നു. അടിയിൽ x ആണ്, x പ്ലസ് 2 ആണ്, അതുകൊണ്ട് 2 കൂടുന്നു എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അർത്ഥം 5/2 എന്ന് പറഞ്ഞാൽ y സൂചക സംഖ്യ അഥവാ y ആക്സിസ് 5 കൂടുന്നു, x 2. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവും. ഈ കാണുന്ന വരകൾ യോജിപ്പിക്കുന്ന 1,2, 3,7 ഇത് യോജിപ്പിക്കുന്ന വരയിലെ മറ്റേതെങ്കിലും 2-3 പോയിന്റുകൾ എഴുതാൻ പറയും. മറ്റേതെങ്കിലും 2-3 പോയിന്റുകൾ. അപ്പൊ ഈ കാണുന്ന വരയിലെ മറ്റേതെങ്കിലും 3 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? y 5 കൂടുന്നു, x 2 കൂടുന്നു. അപ്പോൾ x 1, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസിലാണ് പോവാം. 1 1 2 3, 3നോട് 2 കൂട്ടിയാൽ 5. അടുത്ത x എത്രയ്ക്കും? 7. y എങ്ങനെയാ പോവാ? 5 കൂടുന്നു. 2 5 7, 7 5 12, 12 5 17. ഇതൊക്കെ ഈ കാണുന്ന വരയിലെ പോയിന്റുകളായിരിക്കും. നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാം. ഇതും ഒരു വരയിലെ പോയിന്റുകളാണെന്ന് നോക്കി. എ ബി സി ഇട്ടാൽ മതി. എ ബിയുടെ ചെരിവ് കാണുക, ബി സിയുടെ സ്ലോപ്പ് കാണുക, അല്ലേ? എ സിയുടെ സ്ലോപ്പ് കാണുക. അപ്പോൾ എല്ലാം ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരുമെന്ന് അറിയോ? ഒരു പോയിന്റ് തരും 3,2. ആ കാണുന്ന വരയുടെ ചെരിവും തരും 1/2. ഒരു പോയിന്റ്, അതായത് ഒരു വരയിലെ ഒരു പോയിന്റും തരും, ആ കാണുന്ന വരയുടെ ചെരിവും തരും 1/2. എന്നിട്ട് ഈ കാണുന്ന വരയിലെ മറ്റേതെങ്കിലും 3 പോയിന്റ് എഴുതാൻ പറയും. ഇത് A+ ടോപ്പിക്കാണ്. എല്ലാ കുട്ടികളും ചെയ്യുന്ന ടോപ്പിക്കല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അടിപൊളിയാണ്. ഇത് സ്കൂളുകളിൽ പോലും പല സ്കൂളിലും ചെയ്തിട്ടുണ്ടാവില്ല, ഗ്യാരണ്ടി. സോ ഇതിൻ്റെ അർത്ഥം എന്താ? മുകളിൽ y 1 കൂടുന്നു, x 2 കൂടുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നോക്കി x 1 കൂടുന്നു. അപ്പോൾ x 3 ഉള്ളത് അടുത്തേക്ക് വരുമ്പോൾ 4 ആവും, അടുത്തേക്ക് വരുമ്പോൾ 5 ആവും, അടുത്തേക്ക് വരുമ്പോൾ 6 ആവും. ഇങ്ങനെ അങ്ങ് പോയിന്റുകൾ പോകും. x 2 അല്ലേ? x 2 കൂടുന്നു. 3 5 7, x 2 കൂടുന്നു കേട്ടോ. x ശ്രദ്ധിക്കുക, x 2 ആണ്. അടിയിലാണ് x വരിക. 3, അടുത്ത 5, അടുത്ത 7, അടുത്ത 9. y എന്താ സംഭവിക്കുന്നത്? 1 കൂടുന്നു. 2 ഉള്ളത് 1 കൂടിയാൽ 3, 1 കൂടിയാൽ 4, 1 കൂടിയാൽ 5. ഇതൊക്കെ ഈ കാണുന്ന വരയിലെ മറ്റൊരു പോയിന്റുകളാണ്. ഇനി തന്നെ നിങ്ങൾക്ക് വേണേൽ താഴോട്ട് പോവാം. ഇത് നിങ്ങൾക്ക് നമുക്കറിയാം 1/2 എന്ന് പറയുന്നതും -1/-2 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ y 1 കുറയുന്നു, x 2 കുറയുന്നു. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ 3,2 ഇട്ടു. x 2 കുറയുന്നു. 3 ഉള്ളത് 2 കുറച്ചാൽ 1, 1 ഉള്ളത് 2 കുറച്ചാൽ -1, -1 ഉള്ളത് 2 കുറച്ചാൽ -3. ഇങ്ങനെ പോവാം. y 1 കുറയുന്നു. 2 1 കുറച്ചാൽ 0, 0 1 കുറച്ചാൽ -1, -1 കുറച്ചാൽ -2. ഇങ്ങനെ എഴുതിപ്പോവാം. ഇതൊക്കെ പോസിബിളാണ്. ഇനി ഒരു നെഗറ്റീവുള്ള നമ്പർ കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് പോയിന്റ് 3,4. ചെരിവ് എന്ന് പറയുന്നത് -3/2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? y 3 കുറയുന്നു, x 2 കൂടുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ y 3 കുറയുന്നു, x 2 കൂടുന്നു. അപ്പം x 3 ഉള്ളത് എന്തായി? 2 കൂടി 5, 2 കൂടി 7, 2 കൂടി 9, എക്സെട്ര. y എന്ത് ചെയ്യുന്നു? 3 കുറയുന്നു. 4 3 കുറച്ചാൽ 1, 1 3 കുറച്ചാൽ -2, -2 3 കുറച്ചാൽ -5. ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കും തന്നെ അതിൻ്റെ ഹൈ ലെവലിൽ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു വരയുടെ സമവാക്യം. ഇപ്പം ഞാൻ പറയുന്നു ഇതൊരു പോയിന്റാണ് x1 y1. ഇത് വേറെ ഏതോ ഒരു പോയിന്റ് ജനറൽ ആയിട്ട് നമ്മൾ x, y നിട്ടു. ഒരു വരയിലെ ഏത് ബിന്ദുവിനെയും നമുക്ക് x, y എന്ന് കൊണ്ട് സൂചിപ്പിക്കാം. ഈ കാണുന്ന പോയിന്റ് x2, y2 ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇട്ടാൽ നമുക്കറിയാം ഈ കാണുന്ന വരയുടെ ചെരിവും ഈക്വൽ ആണ്. സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുന്നതും സ്ലോപ്പ് ഓഫ് AC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ABയുടെ ചെരിവ് എന്താ? y - y1 ബൈ x - x1 ആണല്ലോ. എന്താണ്? y - y1 ബൈ x - x1. AC യുടെ ചെരിവ് എന്താ?
y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് വരയുടെ സമവാക്യം കാണാനുള്ള സമവാക്യം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വരയുടെ സമവാക്യം കാണാനുള്ള സമവാക്യമാണിത്. ഇത് ഇങ്ങനെ കുറേ സ്കൂളുകളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇനി ഇതേ കാര്യം എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് അറിയോ? ചില സ്കൂളുകളിൽ y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു എം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കാണുന്നത് എന്താണ്? ചെരിവാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലും ഓക്കെ ആണ്. ഇനി ചില സ്കൂളുകൾ എങ്ങനെ പഠിക്കുന്നുണ്ട്? y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 ഇങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട്. ഈ കാണുന്ന ബൈ എക്സ് മൈനസ് x1 അങ്ങോട്ട് കൊണ്ടാൽ ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. അതായത് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. ഇതെല്ലാം സെയിം ആണ് കേട്ടോ, ഏത് പഠിച്ചാലും മതി. സോ ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ ഒരു കുട്ടിയും പോരുത്. ഇതുവരെ കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. നിങ്ങളെ A+ലേക്ക് എത്തിക്കുക, നിങ്ങളെ സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെടുത്തുക. നിങ്ങൾ ടഫാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും എളുപ്പമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ആയിട്ട് വരുന്നത്. സോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. എത്ര ടഫായിട്ട് വന്നാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? A+ലേക്ക് എത്താനുള്ള രീതിയിൽ നിങ്ങളെ വളർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ചോദ്യത്തിലേക്ക് കിടക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്, സി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, എയും ബിയും സിയും തന്നിട്ടുണ്ട്. ആ 3 പോയിന്റ്സ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എ ബി. എ ബിയുടെ ചെരിവ് കാണുക. എ ബിയുടെ ചെരിവ് എങ്ങനെ കണ്ടുപിടിക്കാം? എ ബിയുടെ ചെരിവ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. എന്ന് 4 കുറച്ചാൽ 3, 3 1 കുറച്ചാൽ 2. അടുത്ത ചോദ്യം, എയും ബിയും സിയും ഒരു വരയിലാണോ? ഒരു വരയിലാണെങ്കിൽ എ ബിയും ബി സിയും ചെരിവ് കാണുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒരു വരയിലാണ്. എ ബി സി രണ്ടെണ്ണം ചെക്ക് ചെയ്താൽ മതി, 3 ചെക്ക് ചെയ്യണമെന്നില്ല. 3 ചെക്ക് ചെയ്താൽ ഉറപ്പായി, പക്ഷേ 3 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ബി സി y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 9 മൈനസ് 3. 16 7 കുറച്ചാൽ 9 ആണ്. 9 3 കുറച്ചാൽ 6 ആണ്. 9 ബൈ 6 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് കട്ട് ചെയ്യാം. 9 എത്ര 3 ഉണ്ട്? 3. 6 എത്ര 3 ഉണ്ട്? 2. 3 ബൈ 2. രണ്ടും ഈക്വൽ ആണ്. സോ യെസ്, ഒരു വരയിലാണ്. എന്നാൽ അടുത്ത ചോദ്യം, നമ്മളിതൊക്കെ പഠിച്ചു പോയി. എന്നിട്ട് ഇങ്ങനെ ചോദ്യം വന്നാൽ എന്തായിരിക്കും? ഇവിടെയാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന കുട്ടി വളർന്നു വരുന്നത്. നമ്മളോട് ചോദിച്ചത്, ക്യാൻ യു ഡ്രോ എ ട്രയാങ്കിൾ ബൈ ജോയിനിങ് ദീസ് 3 പോയിന്റ്സ്. ഈ 3 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ത്രികോണം വരക്കാൻ പറ്റുമോ? ഒരു ത്രികോണം വരക്കാൻ പറ്റണമെങ്കിൽ അത് 3 പോയിന്റും ഒരേ വരയിലായിരിക്കരുത് അല്ലേ? ട്രയാങ്കിൾ ആവണമെങ്കിൽ ഒരു വരയിലാണെങ്കിൽ ട്രയാങ്കിൾ വരക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ട്രയാങ്കിൾ വരക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ 3 ബിന്ദുക്കളുടെ ചെരിവ് കണ്ടുപിടിച്ചാൽ മതി. ഈക്വൽ ആണെങ്കിൽ പറ്റില്ല, കാരണം ഈക്വൽ ആണെങ്കിൽ അത് ഒരു വരയിലാണ്. ഈക്വൽ അല്ല എങ്കിൽ യെസ് പറ്റും. ഉണ്ടോ? കോൺസെപ്റ്റ് കത്തി കണ്ടോ? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പറ്റുമോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ആദ്യം എ ബിയുടെ ചെരിവ് കണ്ടുപിടിക്കാം. എ ബി, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സി. അപ്പം 8 മൈനസ് 5 ബൈ 5 മൈനസ് 1. 8 5 കുറച്ചാൽ 3, 5 1 കുറച്ചാൽ 4. ബി സിയുടെ ചെരിവ് എത്ര? 14 മൈനസ് 8 ബൈ 13 മൈനസ് 5. 14 8 കുറച്ചാൽ 6, 13 5 കുറച്ചാൽ 8. 6 ബൈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് വെട്ടാം. 3 ബൈ 4. സോ ഇവിടെ ഈ ചെരിവ് ഈക്വൽ ആണ് വരുന്നത്. സോ പറ്റില്ല എന്നാണ് അർത്ഥം. ഇവിടെ ഈക്വൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കാം. 1 4 5, 5 4 9, 9 4 13. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. അതേപോലെയാണ് ഇവിടെ വരുന്നത്. നോക്കുക, 5നോട് 3 കൂട്ടിയാൽ 8, വീണ്ടും 3 കൂട്ടിയാൽ 11 വരണം, വീണ്ടും 3 കൂട്ടിയാൽ 14. യെസ്. അപ്പോൾ ഒരു വരയിലാണ് സംഭവം. ഇവിടെ ഗ്യാപ്പുള്ളത് നോക്കണ്ട കേട്ടോ. സമാന്തരശ്രേണി, ഇതിൻ്റെ ഇടയിൽ ഒരു നമ്പർ വിട്ടുപോയതല്ല, അവിടെ ഉണ്ട്. അവിടെ ഒരു നമ്പറും കൂടി വരാനുണ്ട്. കുറേ നമ്പർ ഉണ്ടാവും ഒരു വരയിൽ. 1 2 നമ്പർ ഒന്നും അല്ലല്ലോ ഉണ്ടാവുക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്പർ ഉണ്ടാവില്ലേ? ഒരു വരയിൽ ഇഷ്ടം പോലെ നമ്പർ ഉണ്ടാവും കേട്ടോ. ഈ നമ്പർ മാത്രമൊന്നല്ല അവിടെ ഉള്ളത്. ഈ നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാതെ പോയത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 1, 2 ആൻഡ് 3, 6. 1, 2ഉം 3, 6ഉം ജോയിൻ ചെയ്യുന്ന വരയുടെ സമവാക്യം കണ്ടുപിടിക്കാം. ഇത് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ട് ഇത് കൃത്യമായിട്ട് കേട്ടോ. 1, 2ഉം 3, 6ഉം ജോയിൻ ചെയ്യുന്ന വരയുടെ സമവാക്യം. 2 പോയിന്റ് എന്നിട്ട് എങ്ങനെ ഇക്വേഷൻ കാണാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ എൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1
ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നേരെ ഇവിടെ കൊടുക്കാം y മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇതെടുക്കാം, വേണമെങ്കിൽ ഇതെടുക്കാം. നമ്മൾ ഏതാണോ y1 എടുക്കുന്നത് അതിൻ്റെ അടുത്തുള്ളതാണ് x1. ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് x1, നോ പ്രോബ്ലം. സോ y മൈനസ് 2 ഡിവൈഡ് ബൈ x മൈനസ് 1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 6ന് 2 കുറച്ചാൽ എത്രയാ? 3. 6ന് 2 കുറച്ചാൽ 4, 3 1 കുറച്ചാൽ 2. ഓക്കെ, ശരിക്കും ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് ഈ ഇക്വേഷൻ്റെ അർത്ഥം? ഇക്വേഷൻ അർത്ഥത്തിലുള്ളൂ എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൻ്റെ ഡബിൾ ആണ് എന്ത് വരുന്നത്? വൈ വരുന്നത്. എക്സിൻ്റെ ഡബിൾ ആണ് വൈ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 2x എന്ന് പറയുന്നതാണ് വൈ. നോക്കി നോക്കൂ, 2x എന്ന് പറയുന്നതാണ് വൈ. അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. 2x ഈക്വൽ ടു വൈ, ഇതാണ് വരയുടെ സമവാക്യം ഉണ്ടാവുക. വേണമെങ്കിൽ അതിനെ 2x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇത് നിങ്ങൾക്ക് ബുദ്ധി കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടിക്ക് ഇതുപോലെ ചില ചോദ്യങ്ങൾ നമുക്ക് ഇതുപോലെ നോക്കി എഴുതാൻ പറ്റും, അങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ സാധാ പോലെ ഞാൻ മെത്തേഡ് പറയാണ്, y മൈനസ് y1 ബൈ x മൈനസ് x1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സോ 4/2 പറഞ്ഞാൽ 2 ആണ്. സോ നമുക്കിത് ശരിക്കും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ബൈ 1 ഇൻറ്റു y മൈനസ് 2. 1 ഇൻറ്റു y മൈനസ് 2 പറഞ്ഞാൽ എന്താ? y മൈനസ് 2. എല്ലാ ചോദ്യം ഇതേ മോഡലും ചെയ്താൽ മതി കേട്ടോ. 1 ഇൻറ്റു y മൈനസ് 2, y മൈനസ് 2, x മൈനസ് 1 ഇൻറ്റു 2. x മൈനസ് 1 ഇൻറ്റു 2 പറഞ്ഞാൽ 2 ഇൻറ്റു x മൈനസ് 1. 2 ഇൻറ്റു x മൈനസ് 1. സോ y മൈനസ് 2 ഈക്വൽ ടു 2x മൈനസ് 2. അപ്പോൾ എക്സ് എവിടെയാണോ പോസിറ്റീവ് ഉള്ളത് അവിടേക്ക് ബാക്കി എല്ലാത്തിനും അങ്ങ് കൊണ്ടുപോവാം. സോ ഇവിടെ 2x മൈനസ് 2 ഉണ്ട്, പ്ലസ് വൈന് അങ്ങോട്ട് ഉണ്ടായാലും എന്തായി? മൈനസ് വൈ. മൈനസ് 2 അങ്ങോട്ട് ഉണ്ടായാൽ എന്തായി? പ്ലസ് 2. സോ മൈനസ് 2 പ്ലസ് 2 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി? 2x മൈനസ് വൈ ഈക്വൽ ടു 0. കണ്ടോ? ഈ ഇക്വേഷനിലേക്ക് എത്തിയ കണ്ടോ? 2x മൈനസ് വൈ ഈക്വൽ ടു 0. ഇതാണ് എക്സും വൈയും തമ്മിലുള്ള ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ 2 പോയിന്റ്സ് ഓൺ ദി ലൈൻ. ഈ കാണുന്ന വരയിലെ മറ്റു 2 പോയിന്റുകൾ ഏതാണ്? നിങ്ങൾക്ക് ഈസിയാണ്. 1,2, 3,6 അല്ലേ? നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. 1,2, 3,6. അത് ഒരു നമ്പറിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഇവിടെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ വേണമെങ്കിൽ 4,8 എടുക്കാം, വേണമെങ്കിൽ 5,10 എടുക്കാം, വേണമെങ്കിൽ 1/2, 1 എടുക്കാം. ഇതൊക്കെ ഈ വരയിലെ പോയിന്റ് ആയിരിക്കും. കാരണം ഈ കാണുന്ന പോയിന്റിൻ്റെ ഡബിൾ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് മനസ്സിലായി എക്സും വൈ നമ്മളെ റിലേഷൻ. അത് 2x ഈക്വൽ ടു വൈ. നമുക്ക് വേണമെങ്കിൽ എക്സിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു 1. എക്സിന് 1 കൊടുത്താൽ തൊട്ട് വൈ 2 കിട്ടും. ഉണ്ടോ? എക്സിന് 2 കൊടുത്താൽ തൊട്ടും 4 കിട്ടും. അങ്ങനെ അങ്ങ് പോകും. എക്സിന് 1 കൊടുക്കുമ്പോൾ 2, 3 കൊടുക്കുമ്പോൾ 6, 4 കൊടുക്കുമ്പോൾ 8, 5 കൊടുക്കും. ഇനി അല്ലെങ്കിൽ ചെരിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ചെരിവ് 2/1 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ 2 കൂടുന്നു, എക്സ് 1 കൂടുന്നു അല്ലേ? നോക്കി നോക്കും, എക്സ് 1 കൂടുന്നു. 1 ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ 2/1 അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 2/1 എന്ന് പറയുന്നതും 4/2 എന്ന് പറയുന്നത് സെയിം അല്ലേ? രണ്ടും സെയിം ആണ്. അപ്പം വൈ 4 കൂടുന്നു, എക്സ് 2 കൂടുന്നു. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? നോക്കി, എക്സ് 2 കൂടുന്നു. അപ്പോൾ വൈ എന്ത് കൂടുന്നു? 4 കൂടുന്നു. 2 4 6, 6 4 10. കണ്ടോ? അപ്പോൾ ഈ കാണുന്ന 3 പോയിന്റ് അതിൽ നിന്ന് കിട്ടുകയാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്പറാണിത് അല്ലേ? ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ലൈനിൽ ഈ കാണുന്ന 3 നമ്പർ മാത്രമല്ല ഉള്ളത്, ഇഷ്ടം പോലെ നമ്പർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ വരയിലെ നമ്പറുകളാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറാണ് കേട്ടോ 2x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന നമ്പർ. ഇപ്പോൾ എക്സിന് ഞാനിപ്പോൾ 3 കൊടുത്താൽ, അല്ലെങ്കിൽ എക്സിന് ഞാനിപ്പോൾ ഒരു എന്താ പറയുക, എക്സിന് ഞാനിപ്പോൾ ഒരു 5/2 കൊടുത്തു വിചാരിച്ചോ. എക്സിന് 5/2 ആണെങ്കിൽ എക്സിന് ഞാൻ 5/2 കൊടുത്താൽ വൈ എത്ര കിട്ടും? 2 ഇൻറ്റു 5/2 ഈക്വൽ ടു വൈ അല്ലേ? 2x ഈക്വൽ ടു വൈ അല്ലേ വരുന്നത്? അപ്പോൾ എക്സിന് 5/2 കൊടുത്താൽ 2 2 വെട്ടിയാൽ വൈ എത്ര കിട്ടും? 5. അത് 5/2 എന്നാൽ 2.5. എക്സിന് 2.5 കൊടുക്കുമ്പോൾ വൈ എത്ര? 5 അല്ല. അപ്പോൾ നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? വേറെ വൈ കിട്ടും. അപ്പോൾ എത്ര പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമുക്ക് എക്സിന് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദിസ് ലൈൻ കട്ട് ദി വൈ ആക്സിസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാണുന്ന വര ഇതൊരു വരയാണെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും 2 പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വര കിട്ടും. ഒരു വര. ആ വര ഇങ്ങനെ ആവാം. അപ്പോൾ ഇതിങ്ങനെ നീട്ടിപ്പോയാൽ അത് എന്ത് മുറിക്കും? എക്സിനെ മുറിക്കാറുണ്ട്, വേണമെങ്കിൽ വൈനെ മുറിക്കും. എക്സിനെ മുറിക്കും, വൈനെ മുറിക്കും. അപ്പോൾ ഈ കാണുന്ന വര 2x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന വര, മക്കളെ ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ് A+ ക്വസ്റ്റ്യൻ. 2x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന വര
വൈ അക്ഷത്തെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏത്, അഥവാ വൈ ആക്സിനെ മുറിച്ച് കടക്കുന്ന പോയിന്റ് ഏത് എന്ന് ചോദിച്ചാൽ, വൈ ആക്സിനെ മുറിച്ച് കടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വൈ അക്ഷത്തെ മുറിച്ച് കടക്കാൻ അവിടെ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോലെ എക്സ് 0 ആയിരിക്കും. സോ എക്സിന് 0 കൊടുത്താൽ 2 × 0 മൈനസ് വൈ ഈക്വൽ ടു 0. സോ 2 × 0 ആണ് 0 മൈനസ് വൈ ഈക്വൽ ടു 0. സോ വൈ ഈക്വൽ ടു 0. അപ്പോൾ വൈ അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏതാണ്? 0,0. കാരണം 0,0 എന്ന് പറഞ്ഞ പോയിന്റ് രണ്ടിനെയും മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതുമാവാം. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0. ഇത് ഏതോ ഒരു വരയുടെ ഇക്വേഷനാണ്. ഈ കാണുന്ന വര വൈ അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഈ കാണുന്ന വര. ഇപ്പോൾ വൈ അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് കാണാൻ പറഞ്ഞാൽ എക്സിന് 0 കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 0 പ്ലസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ വൈ ഈക്വൽ ടു 3. അപ്പോൾ 0,3 ഈ കാണുന്ന വര വൈ അക്ഷത്തെ മുറിച്ച് കിടക്കുന്നത്. ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, എങ്ങനെയാവാം. അതാണ് ഐഡിയ കേട്ടോ. ഓക്കെ, സോ ഇത് എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കാൻ നേരെ കൊടുത്താൽ മതി. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഈ കാണുന്ന വരയുടെ ചെരിവ് കാണാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2 ആണ്. ഇഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് 1 പോയിന്റ് ഓൺ ദിസ് ലൈൻ ഈസ് 8, വാട്ട് ഈസ് വൈ കോർഡിനേറ്റ്? ഈ കാണുന്ന വരയിൽ എക്സ് 8 ആണെങ്കിൽ, വൈ എത്ര? അപ്പോൾ എക്സിന് 8 കൊടുത്താൽ 2 × 8 മൈനസ് വൈ ഈക്വൽ ടു 0. 16 മൈനസ് വൈ ഈക്വൽ ടു 0. സോ എക്സ് 8 ആണെങ്കിൽ വൈ എത്രയാണ്? 16. അതിൻ്റെ ഇരട്ടിയാണ്. സോ ഇതുപോലെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇതേ ടോപ്പിക് തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് വേണം സാർ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും SSLC വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ Xylem SSLC എന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ നിങ്ങൾ ഇതുവരെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം Xylem ലേണിംഗ്. സോ ഇനിയും കാണാം. ബൈ. നിങ്ങൾക്ക് വേണ്ടി ഇനിയും വീഡിയോ എടുക്കാൻ വരുന്നതാണ്. കാണാം കേട്ടോ.